പ്രിയപ്പെട്ടവരെ, ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അത്ഭുതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അടയാളങ്ങളെപ്പറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈശോ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ അപ്പമായി നമ്മളിലേക്ക് കടന്നു വരുന്നു. ഇത് മനസ്സിലാക്കുവാൻ പറ്റുന്ന 3 അത്ഭുതങ്ങൾ നമുക്കിന്ന് കാണാം. ഇവ മൂന്നും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അടുത്തടുത്തായിട്ട് കാണുവാൻ സാധിക്കുന്നത്. 6-ാം അധ്യായത്തിലെ 1-ാമത്തെ അത്ഭുതം ഈശോ 5 അപ്പം 5000-ആയി വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈശോയുടെ കയ്യിൽ ഒരപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതുപോലെ ആ അപ്പത്തിൽ മാറ്റം വരുത്തുവാൻ ഈശോയ്ക്ക് സാധിക്കും എന്നാണ്. അതുകൊണ്ടാണല്ലോ 5 അപ്പം കൊടുത്തപ്പോൾ ഈശോ അത് 5000-ആക്കി മാറ്റിയത്. 6-ാം അധ്യായത്തിലെ 2-ാമത്തെ അത്ഭുതം ഈശോ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നതാണ്. നമ്മൾ വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി വള്ളം അല്ലെങ്കിൽ കപ്പലാണ് ഉപയോഗിക്കുന്നത്. ഇവ വെള്ളത്തിൽ ഓടുവാൻ പറ്റുന്ന രീതിയിൽ രൂപമാറ്റം വരുത്തുകയാണ് ചെയ്യാറ്, അല്ലാതെ വെള്ളത്തിന് മാറ്റം വരുത്തുകയല്ല ചെയ്യുന്നത്. അതുപോലെ ഈശോ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുവാൻ വെള്ളത്തിന് മാറ്റം വരുത്തുകയല്ല ചെയ്തത്, മറിച്ച് ഈശോയ്ക്കാണ് മാറ്റം വരുത്തിയത്. അപ്പോൾ ഈ അത്ഭുതം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈശോയ്ക്ക് സ്വന്തം ശരീരത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും എന്നാണ്. 3-ാമത്തേത് ഈശോ താൻ ജീവൻ്റെ അപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് യോഹന്നാൻ 6:56 നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോയ്ക്ക് അപ്പത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും, സ്വന്തം ശരീരത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും എന്ന് തെളിയിച്ചതിന് ശേഷമാണ് ഈശോ താൻ ജീവൻ്റെ അപ്പമാണ് എന്നും എന്നെ ഭക്ഷിക്കുന്നവരല്ലാതെ ആരും രക്ഷ പ്രാപിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഈശോ അപ്പമായി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈശോയെ സ്വീകരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ബ്ലാക്ക് മാസ് അഥവാ സാത്താൻ സേവ നടത്തുന്നവർ എന്തു വില കൊടുത്തും വിശുദ്ധ കുർബാന കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സാധാരണ അപ്പവും ബലിയർപ്പിക്കപ്പെട്ടതിന് ശേഷം ഈശോയായി മാറിയ അപ്പവും അവർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വിശുദ്ധ കുർബാന എന്ന അത്ഭുതത്തെ തിരസ്കരിക്കുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൽ മറ്റൊരു അത്ഭുതവും പ്രതീക്ഷിക്കരുത്. ഓരോ വിശുദ്ധ കുർബാനയും ഓരോ അനുഭവമാണ്. നിർഭാഗ്യവശാൽ പലർക്കും എല്ലാ കുർബാനയും ഒരേ അനുഭവമായി പോകാറുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.